ഹലോ, എന്നത്തേതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രാ വ്ലോഗാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്രാ വ്ലോഗ് ചെയ്യുന്നത്, ട്രാവൽ വ്ലോഗ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിലെ നോർത്ത് ബെനാർക്കിൻ എന്ന് പറയുന്ന ഒരു റൂറൽ ലൊക്കാലിറ്റിയിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൂറൽ ഏരിയ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ക്യൂൻസ്ലാൻഡിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ അവിടേക്കുള്ള നിങ്ങളുടെ എക്സ്പെൻസും ഒരു ക്യാമ്പിംഗ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ 3 ഫാമിലീസാണ് പോകുന്നത്. നമ്മളുടെ വണ്ടിയിൽ ഞാനും ഏട്ടനും കുഞ്ഞുണ്ട്. ഫ്രണ്ടിലത്തെ വണ്ടിയിൽ 2 ഫാമിലീസ് കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ക്യാമ്പിംഗ് ട്രെയിലർ ഉണ്ട്, കൂടാതെ ഒരു ടെൻ്റ് ഉണ്ട്. അതും കൂടാതെ നമ്മളൊരു Airbnb കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡിങ് ഫ്യൂവൽ എക്സ്പെൻസ് നിങ്ങൾക്ക് എത്ര ചിലവ് വരും ഈ ഒരു ട്രിപ്പിനായിട്ട് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 ദിവസത്തേക്ക്, അതായത് 2 നൈറ്റ് 1 ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 25-ാം തീയതി, ജാനുവരി 25-ാം തീയതി പുറപ്പെട്ടിട്ട് 27-ാം തീയതി തിരിച്ചെത്തിയ ഒരു യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് മുഴുവൻ കാണാൻ പോകുന്നത്. അതൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനത് 3 പാർട്സ് ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മയാല ഡി ആംഗുലർ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന മൗണ്ട് ഗ്ലോറിയസിലെ ഒരു നാഷണൽ പാർക്കാണ് ക്യൂൻസ്ലാൻഡിലുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം. ഇവിടെ കാണാനുള്ള കാഴ്ചകൾ ഒരു ദിവസം ഒതുങ്ങുന്നതല്ല. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനോ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. പക്ഷെ കാണാനുള്ളത് അതിൽ കൂടുതലായിരുന്നു. വന്ന സമയത്ത് കാണുന്ന കാഴ്ച ഇതുപോലെ കുറേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്തിനോ സ്പോട്ട് ചെയ്തിട്ട് അവർ ആ ഒരു ചിത്രം ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നതായിരുന്നു. അത് കണ്ടപ്പോഴേ ഞാൻ ചാടി ഇറങ്ങി. അതിന് ശേഷമാണ് നമ്മളുടെ കൂടെയുള്ളവർ വന്നത്. ഇവരാണ് നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ട്രിപ്പ് മേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു വന്നത്. വന്ന സമയത്ത് നമ്മൾ അവിടെ ഒന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിറയെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഹൈക്കിംഗ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫിഷിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിറയെ സർക്യൂട്ട്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമുക്ക് വേറെ ഒരു നമ്മളുടെ ഒരു മൈൻഡായിരുന്നു. നല്ല തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ, നിറയെ മരങ്ങളായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറിയപ്പോഴറിയുന്നത് നമുക്ക് വാട്ടർഫോളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് 4 കിലോമീറ്റേഴ്സ് നടക്കണം എന്നുള്ളത്. പക്ഷേ എന്താ വരട്ടെ, അതിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ക്ഷീണം അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ നടന്നു പോയത് അറിഞ്ഞില്ല. ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല എല്ലാവരും. ഈ പറയുന്ന പോലെ ഹൈക്കിങ്ങിനൊന്നും പറ്റിയ നമ്മൾ ഷൂസൊന്നും ആയിരുന്നില്ല ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് നടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങാണ്. പല കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. വലിയ ചന്ദന മരങ്ങളും വലിയ അത്തിമരങ്ങളും അങ്ങനെ പല മരങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കങ്ങളായിരുന്നു. കുഞ്ഞി ഫുൾ ഓണായിരുന്നു. കുഞ്ഞി ഒരു നിമിഷം പോലും നമ്മളുടെ അടുത്ത് കയറി എടുക്ക് വയ്യ എന്ന് പറയുന്നില്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങുന്നതൊക്കെ വളരെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു ട്രിപ്പിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. അത്രയും ഒരു 4 കിലോമീറ്റർ അവൾ നടക്കുക ചെയ്തത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു മുഴുവൻ കാണാനുണ്ടായിരുന്നത്. അവളത് ചുമ്മാ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു പാലത്തിൽ കൂടെയൊക്കെ അവൾ ആദ്യമായിട്ട് നടക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായി കാണും, ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ നല്ല വേനൽക്കാലത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതൊക്കെ വെള്ളച്ചാട്ടമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഒരു തരി പോലും വെള്ളം കാണാനുണ്ടായിരുന്നില്ല. എല്ലാം വറ്റി വരണ്ട് കിടക്കുമായിരുന്നു. അത്ര ക്ലീൻ ആയിട്ടുള്ള വാട്ടറൊന്നും ആയിരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ വരുന്നത്. ഇത്രയും ദൂരം നടക്കാനുണ്ടെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു വാട്ടർ ബോട്ടിൽ പോലും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു ക്ഷീണമൊന്നും അങ്ങനെയൊന്നും തോന്നിയേ ഇല്ല നമുക്ക്. അത്രയും തണുപ്പുള്ള സ്ഥലമായിരുന്നു. അത്രയും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത്. ആളുകളൊക്കെ നിറയെ വരുന്നു പോകുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമായിരുന്നു. വഴിയിൽ ഇതുപോലെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഇതുപോലെ ചെളിയിലൊന്നും ചവിട്ടി നടക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
എടാ ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ? ഇങ്ങനെ നടക്കാൻ കുഞ്ഞാ, ഞാൻ കാണിച്ചു തരാം. പോടാ. അങ്ങനെ കുറേയും കളി പറഞ്ഞും തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ നമ്മൾ സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നിറയെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അതിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. നിറയെ കാണാനുള്ള ഹിഡൻ പ്ലേസസും ഹിഡൻ ബ്യൂട്ടിയൊക്കെ ഉണ്ടെന്ന് അവിടെ പലയിടത്തും ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മരം കണ്ട സമയത്ത് എനിക്ക് നമ്മുടെ സമാധിയാണ് കേട്ടോ ഓർമ്മ വന്നത്. അതുപോലത്തെ ഒക്കെ ഒരു ലിക്കില്ലേ, ഉള്ളിലിരുത്തി സമാധി 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 പോലെ. പിന്നെ ഈ ആടുന്ന വള്ളിയിലൊക്കെ നിറയെ മുള്ളാണ് കേട്ടോ, ആടാനൊന്നും പറ്റില്ല. ചുമ്മാ ഞങ്ങൾ ഷോ ഇറക്കിയതാണ്. തുമ്പി ചേച്ചിയും കുഞ്ഞിയും വേറെ ലോകത്തായിരുന്നു കേട്ടോ. അവരെ കണ്ട് കിട്ടാനേ ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നടക്കായിരുന്നു ഫ്രണ്ടിൽ. അത് കാരണം തുമ്പീനെ ഈ വ്ലോഗിലൊന്നും അധികം കാണാനൊന്നുമില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് അവരുടേതായ ലോകത്ത് ഒരു കഥയൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. നല്ല മഴയുള്ള സമയത്താണ് വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കൂടെയൊക്കെ വെള്ളമായിരിക്കും, നിറയെ വെള്ളം ഉണ്ടാവും. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് വഴി കൂടെ ഒന്നും നടന്നു പോകാൻ പറ്റില്ല, അവിടെയൊക്കെ വെള്ളമായിരിക്കും. അപ്പോൾ ഇവിടെ അലൗഡ് ആണോ എങ്ങനെയാണോ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു മരം മുറിഞ്ഞു കിടക്കുന്നത്. ആ മരവും അതിലവരെന്തൊക്കെയോ കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഇതൊരു അരണയാണ് കേട്ടോ. ഇതുപോലെ പോകുന്ന വഴി മുഴുവൻ ഇതുപോലെ കുറേ പാലങ്ങളുണ്ടായിരുന്നു കേട്ടോ, നിറയെ സ്റ്റെപ്പൊക്കെ ആയിട്ട്. ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ അവർ നല്ല മാനേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെയും ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്കിംഗ്, ഒരു ട്രക്കിംഗ് ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇവർ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ഹൈക്കിംഗ് ഒക്കെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എന്ന്. നിറയെ ആളുകൾ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കുട്ടികളായിട്ടാണെങ്കിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ ഇട്ടിരിക്കുന്ന ഷൂ ഉണ്ട്, അതും വെച്ചിട്ടാണ് അവളവിടെ അതിൽ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഹൈ ഹീൽസൊക്കെ ഇട്ടിരുന്നത്. കാരണം നമ്മളുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളത് തികച്ചും യാദൃശ്ചികമായിട്ട് വന്നതാണ്. പക്ഷേ അത് നല്ല വർത്തായിരുന്നു. അവൾക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. ഇതിപ്പോൾ ക്യാമറ കണ്ണുകളിൽ ഇത്ര ഭംഗിയിൽ എനിക്ക് പകർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം അതിലും ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, അത്ര ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വരാത്തതുകൊണ്ട് വറ്റി അങ്ങനെ ആയതാണ് എന്നാണ് എനിക്ക് തോന്നണേ. വെള്ളത്തിലാണെങ്കിൽ നിറയെ മാക്രിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ ഏറെ നേരത്തെ നടത്തത്തിനൊടുവിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെയും പിന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തും എന്ന് നമ്മൾ അറിഞ്ഞു. നമ്മളവിടെ കൂടെ വന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പക്ഷേ ഇത്രയും ദൂരം നടന്നതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ ആണ്. ബിക്കോസ് അത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വെള്ളച്ചാട്ടം എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ അതിരപ്പള്ളിയും വാഴച്ചാലൊക്കെ കണ്ട് വളർന്നവരായതുകൊണ്ട് നമ്മൾ ഭയങ്കര വെള്ളച്ചാട്ടമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത്രയായിരുന്നു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ആംബിയൻസൊക്കെ തികച്ചും വർത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അവിടെ വന്നപ്പോൾ ഇത്രയും ചൂടുള്ള സമയത്താണ് വന്നതെങ്കിലും നമുക്ക് നല്ല തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇറങ്ങി നനയ്ക്കാൻ പോലുമുള്ള കാല് പോലും നനയ്ക്കാനുള്ള വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ര ക്ലീനും ആയിരുന്നില്ല വെള്ളം. അതുകൊണ്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഇറക്കി ഒന്ന് മുക്കിയൊക്കെ എടുത്തു അവളുടെ. അത്രയേ ഉള്ളൂ. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒന്ന് ഇറക്കിയെടുത്തു, അത്രയേ ഉള്ളൂ. വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഇനി എവിടെയും പോയി ഇനി ഒരു വെള്ളച്ചാട്ടവും കാണാനുള്ള ഒരു ശക്തിയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്താം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. വെള്ളം പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ആ ഒരു ദാഹമൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് കഴിച്ചു. ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മളുടെ ക്യാമ്പിംഗ് ഏരിയയിലേക്കാണ്, നമ്മളുടെ എയർബിഎൻബിയിലേക്കാണ്, ബെനാർക്കി നോർത്തിലേക്കാണ്. അവിടേക്ക് നമ്മളുടെ ബ്രിസ്ബെയിൻ സിറ്റിയിൽ നിന്നും ബെനാർക്കി നോർത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു 2 മണിക്കൂർ ട്രാവലാണ് കാറിൽ. ഒരു 150 കിലോമീറ്ററൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി നേരെ അങ്ങോട്ടേക്കെന്ന് പറഞ്ഞിട്ട് വെച്ചു പിടിക്കുകയാണ്. നമ്മളുടെ ഈ വന്ന വഴികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്
നമ്മൾ നേരമംഗലത്ത് നിന്ന് അടിമാലിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹെയർ പിൻ, ആ ഒരു ഇതില്ലേ, നമ്മൾ പിന്നെ വിചാരിക്കും നമ്മൾ ഇനി നേരെ കാണാൻ പോകുന്നത് തേയിലത്തോട്ടമൊക്കെയാണെന്ന്. ആ ഒരു 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 ആംബിയൻസ് ആയിരുന്നു ഫുൾ യാത്രയിൽ. അങ്ങനെയുള്ള യാത്രയായിരുന്നു മുഴുവനും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു വാവയ്ക്ക് ചോക്ലേറ്റ് കഴിക്കണം എന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഒരു റിവർ സൈഡിലാണ് ചെറിയൊരു റെസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു, അവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് യാത്ര തുടർന്നു. നമ്മൾ ഏറെക്കുറെ ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നോർത്ത് ബനാർക്കി നോർത്തിലെ ഒരു എയർബിഎൻബി എന്ന് പറയുന്നത്. ഇതൊരു വീടാണ്. ഓണറിൻ്റെ വീട് നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ എയർബിഎൻബിയോട് തൊട്ട് ചേർന്നിട്ടാണ്, പക്ഷെ അവരായിട്ടൊരു കണക്ഷനൊന്നുമില്ല. എയർബിഎൻബിയുടെ കീ അവർ അവിടുത്തെ ലെറ്റർ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കളക്ട് ചെയ്തു. നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇനി പോകുന്നത് നമ്മളുടെ റൂമിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആടുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, അങ്ങനെ താറാവുകളുണ്ട്, അങ്ങനെ പല കാഴ്ചകളും കുഞ്ഞിക്ക് കാണാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ നടുവിൽ നമ്മളുടെ ഒരു കൊച്ചു വീട് എന്ന് പറയുന്ന പോലെ അത്രയും നല്ല ഒരു ഏരിയ ആയിരുന്നു. ഇനി നമ്മളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നിറയെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീടായിരുന്നു. അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൺ ഉണ്ടായിരുന്നു. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ അവർ അഡീഷണൽ ഒരു ബെഡ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വർത്തായിട്ടുള്ള ഒരു റൂം തന്നെയാണിത്. ഇതൊരു 3 ഫാമിലിക്ക് അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെയുള്ള ഒരു ഏരിയ ഉണ്ട്. ഇതിൽ നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസസും നമ്മളുടെ ഫുഡിൻ്റെ ചാർജും ഈ ഒരു ട്രിപ്പിന് വേണ്ട എല്ലാ സാധനങ്ങളും, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തതും ഈ വീടിൻ്റെ റെൻറ്റും എല്ലാം കൂടിയിട്ട് നമുക്കായിട്ടുള്ളത് ഒരു ഫാമിലിക്ക് $246.67 അതായത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 13,320.18 രൂപയാണ്. ഇത്രയും ചിലവ് കുറച്ച് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ നാട്ടിൽ പോലും 2 രാത്രി 1 പകലിലേക്ക് നമുക്ക് വീട് കിട്ടുമെന്ന്. ഇതുപോലെ പശുവും ആടൊക്കെയുള്ള നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നമ്മൾ വന്നു, അവർ ടെൻറ്റ് സെറ്റ് ചെയ്തു, ക്യാമ്പർ സെറ്റ് ചെയ്തു, അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം സെറ്റായി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസത്തെ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.